അപ്പോൾ ഇന്ന് നമ്മളെ 4th നിക്കാഹ് ആനിവേഴ്സറി ആണ്. അപ്പം നമ്മളെന്ന് അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ 1-2 സ്ഥലങ്ങളിൽ പോവാനുണ്ട്. ലേലൂസിനെയും ദുവാബിനെയും കൊണ്ടുപോകാൻ. അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോയി വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും സനിക്കയ്ക്കും മാത്രമുള്ളൊരു കുറച്ച് മൊമെന്റ്സ് അത് കഴിഞ്ഞിട്ട് രാത്രി ഫുഡൊക്കെ ഇവിടുന്നാണ്, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ആ ഒരു വ്ളോഗാണ് ഗൈസ്. അങ്ങനെ 4 കൊല്ലം സൻകാക്ക എന്നെ സഹിച്ചു. സൻകാക്കക്ക് ഈ 4 കൊല്ലം സഹിച്ചതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ പറയരുത്, നാണം കൊണ്ടാ. ക്യാമറ കട്ട് ചെയ്തിട്ട് പറയൂ, സഹിച്ചു മനുഷ്യൻ അടങ്ങാറായിന്ന്. അപ്പം ഉമ്മയും മുന്നൊക്കെ മാറ്റുണ്ടേ കഴിഞ്ഞിട്ട് നമ്മള് പോവാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതൊക്കെ സർപ്രൈസ് ആണ്. നമ്മൾ അവിടെ എത്തിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ചിരിക്കലാവും നമ്മൾ എവിടേക്കാ പോണേ ആനിവേഴ്സറി ആയിട്ട്. അത് അതുകൊണ്ടൊന്നല്ല, നമുക്ക് നേർച്ച ഉണ്ട്. നമ്മക്കല്ല, ലേലൂസിനും തുവക്കും വേണ്ടിയിട്ടൊരു നേർച്ച ഉണ്ട്. ഇനി നമ്മളെ ഗ്രാൻഡ് പാരൻസ് നേർന്നതിന് നമ്മളെ പുറത്ത് കൊണ്ടേക്കും. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് നേർന്നതേനി. അപ്പോൾ ഒന്ന് കൊണ്ടുപോവാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വയസ്സാവാനായി. അപ്പോൾ ഇനിയിപ്പോൾ അത് നീട്ടി വെക്കണ്ട. ഇപ്പം ഇന്ന് എന്തായാലും സനിക്കാക്ക ഫ്രീ ആണ്. അപ്പം നമ്മളിന്ന് അവിടെ പോയി വന്നിട്ട് ബാക്കി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ശരി, നമുക്ക് പോവാം. ഹണി ഇതാ കിടന്നുറങ്ങുന്നു. ഹണിയേ ഹണി ജൊറങ്ങ ഹണിയേ ഇന്നില്ലേ, ഇന്ന് മുത്തുവിൻ്റെ സനിക്കാക്കിൻ്റെ നിക്കാഹ് ആനിവേഴ്സറി ഹണിയേ ആട്ടിരി വരുന്നിട്ടോ മാമുത്തിനാനി. ഹണിയേ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ചാത്തപ്പൻ എന്തോ മത്സര പറഞ്ഞ മാതിരി. ഹണിയേ ഉറങ്ങാൻ കിടന്ന പിന്നെ ഓന് ഞാന് മുന്നു ഒക്കെ കണക്കാണ്. ലേലൂസ് പുതിയ ഡ്രസ്സ്, ലേലൂസും ദുവാബിയും ഒരുപോലത്തെ ഡ്രസ്സാണ്. ലേലൂസ് മമ്മൻ്റെ അബ്ബൻ്റെ ആനിവേഴ്സറി ആയിട്ട് പുതിയ പുതിയതല്ല, ഓളെ ഡെയിലി വെക്കണ പൂവാണ്, പാടാത്ത പൂവാണ് ഗൈസ്. ഈ റോസാപ്പൂ ഈ സൂര്യകാന്തി ഒരിക്കലും പാടില്ല. പിന്നെ ലേലൂസ് ഇനി നശിപ്പിക്കുന്ന ഒരു സമയം വരും, അന്നേരം നശിപ്പിക്കുള്ളൂ. പുതിയ ഡ്രസ്സാണ് എൻ്റെ മമ്മൻ്റെ മോളത്. ബാഗിലാണ് നമ്മൾ സാധനം മൊത്തം കൊണ്ടുപോണേ. കാരണം 2 കുട്ടികളുണ്ട് നമ്മളെ കൂടെ, 2 പൈതം മക്കൾ. ഈ 2 പൈതം മക്കൾക്ക് ഒന്നിനെ തന്നെ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഒരു ലെവൽ ബാഗ് എടുക്കലുണ്ട്. നിറച്ചും പാമ്പേഴ്സും ഡ്രസ്സും ഇതൊക്കെയാണ്. മറ്റേ സ്കൂളിൽ നിന്ന് പഠനയാത്രക്കൊക്കെ പോണ മാതിരിയാണ്. നമ്മളിപ്പോൾ ഒരു ബൈക്ക് പോകുമ്പോൾ ഒരു ലോഡ് വലിയ ബാഗാ. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാഗ് വേണ്ടവർക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് ഇട്ടുതരാം. ഇന്ന് ആനിവേഴ്സറി അല്ലേ, നിങ്ങൾക്ക് നല്ലൊരു ലൈഫല്ലേ കിട്ടി. നിങ്ങൾ എന്താ മുഖത്ത് വയ്ക്കുമോ? അതങ്ങോട്ട് വയ്ക്കും സാറി. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറല്ലേ കിട്ടി, നല്ലൊരു ലൈഫ് കിട്ടിയില്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതെല്ലാം 2 കാര്യം തന്നെ പറയാനുള്ളൂ. നമ്മളെ ലൈഫിനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളി ലൈഫ്. ഞാനിതാ റെഡിയായി, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇറങ്ങി. പക്ഷെ ഈ പാണ്ടക്കെട്ടൊക്കെ ഇട്ടാൽ എന്നെ ഏതെങ്കിലും മനുഷ്യന്മാർ നോക്കൂ? ഇതിട്ടാൽ തന്നെ അറിയാം 2 കുട്ടികളല്ലേ, ഒരു കുട്ടി ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ഇന്നൊന്നും ആരും നോക്കില്ല. പക്ഷെ ഒരു സമാധാനത്തിന് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇറങ്ങിയെന്നുള്ളൂ. ഞാനും സനിക്കാക്കും സെക്കിതാത്തിയും ഉമ്മയും മുന്നും കുട്ടികളാണ് പോണത്. സിലുവും ഡാഡിയും ഇല്ല. സിലു ക്ലാസ്സിന് പോയി, ഡാഡി പണിക്ക് പോയി. അമ്മൻ്റെ ദുവാബിൻ്റെ ഡ്രസ്സും ലേലൂസിൻ്റെ ഡ്രസ്സും ഒരുപോലെയാണ്. ദുവാബിൻ്റെ ഡ്രസ്സാണ് ഇത്. ലേലൂസിൻ്റെ ഡ്രസ്സ് ഇവിടെ കാട്ടിക്കൊടുക്കി. കണ്ടോ, കളർ ചേഞ്ചാ. ട്വിങ്സ് ആണോ? ട്വിങ്സ്. 2 പള്ളിയിൽ നിന്ന് വന്ന ഒരു വീട്ടിൽ പിറന്ന ട്വിങ്സ്. എന്തേന്നോ ആദ്യമായിട്ടായിരിക്കും ആനിവേഴ്സറി ആഘോഷിക്കാൻ മടവൂരിലേക്ക് ദമ്പതികൾ. നമ്മള് ആനിവേഴ്സറി ആഘോഷിക്കാനൊന്നല്ല കേട്ടോ പോണത്. നമ്മള് നേർച്ചക്ക് പോവാണ്, കഴിഞ്ഞിട്ടാണ് നമ്മള് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. ഫൈനലി നമ്മൾ മടവൂരെത്തി. മടവൂര് ലേലൂസിനെയും ദുവനെയും കൊണ്ട് ഓലൊക്കെ പോയിക്കണേ. പിന്നെ ഞാനും സനിക്കാക്കും പോയിട്ടില്ല. അത് കാരണങ്ങൾ ഞാൻ പിന്നീട്
ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം മുന്നും ചെകിതാത്തിയും ഉമ്മയുണ്ട്, പിന്നെ 2 കുട്ടികളായിട്ട് ഓല് പോയിക്കണേ. ഓല ഇതൊക്കെ കഴിഞ്ഞ് സിയാർത്തൊക്കെ കഴിഞ്ഞ് വരുന്നവരെ നമ്മളിവിടെ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കും. ഓല് വരുന്നവരെ വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ കുറേ കടകളുണ്ട്. ഓല് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പർച്ചേസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ച് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറാണ്. കാക്ക പപ്സാണ് കാക്ക കഴിക്കുന്നത്. ഞാനൊരു ചിക്കൻ റോൾ ഓർഡർ ചെയ്തത്. ചിക്കൻ റോൾ നന്നായിട്ടൊരു മാതിരി എന്താ പറയാ, എന്തോ ഒരു പ്രശ്നമുള്ള പോലെ, ഒരു മാനല്ലല്ലോ സംഘാക്ക ചിക്കൻ റോൾ. എവിടേക്ക് പോവാണേലും ലിപ്സ്റ്റിക് ഇടുന്നതാ. ആ ഒരു ഓർമ്മയിലെടുത്ത ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ പറ്റില്ല. ഞാൻ പിന്നെ ഉള്ളിലേക്ക് കയറാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സമയത്ത് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഇനി പോകുമ്പോഴും ആ പ്രശ്നം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു ഗുളിക വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗുളിക അല്ല, മെഡിക്കൽ ഷോപ്പ് തിരഞ്ഞ് നടക്കാൻ. ആയുർവേദ പേടിയാണല്ലോ. ഇനി ഇയാളെടുത്തുണ്ടാവും അതിനുള്ള ഒറ്റമൂലി ഛർദ്ദിക്കാതെക്കാനുള്ള. ചോദിച്ചോ മെഡിക്കൽ ഷോപ്പില്ല. ഷോപ്പൊക്കെ ക്ലോസ് ആണ്. അപ്പം നമ്മൾ തൽക്കാലം വന്ന് ഉപ്പിലിട്ട് തിന്നാൽ എനിക്ക് ഛർദിൻ്റെ പ്രശ്നം പോകുമെന്ന് ഞാൻ കണ്ടുപിടിച്ചാട്ടോ. അപ്പം ഞാനത് ഇവിടെ കണ്ടാണ്. അപ്പം അത് വാങ്ങി തിന്നോക്കാം. പിന്നെ പോകുന്ന വഴിക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങി കുടിക്കാം. നമ്മൾ ആദ്യം ചായ കുടിച്ചതുകൊണ്ട് പിന്നെ ഇനി ഓര് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് നോക്കിയാൽ മതിയല്ലോ, ഓർക്ക് പോയി ചായ കുടിക്കാതെ. അപ്പോൾ നമ്മൾ ചായയും കുടിച്ച് മാങ്ങൊക്കെ തിന്ന് ഓലെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഒരു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. പിന്നെ ബാക്കി വീട്ടിലെത്തിയതിൻ്റെ ശേഷം പിന്നെ പുറത്തു പോകണതൊക്കെ. വാബിയും വന്നിക്കണ്. കാരണം ഓല് നിസ്കരിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പോവാണ്. അപ്പോൾ ഇവര് അതിൻ്റെ ഉള്ളിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്നത് കൊണ്ട് അവർ ഞങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാമല്ലോ. ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഈ ഇതുണ്ടല്ലേ, ഈ പൊതുവെ എത്തിങ്ങനെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ടോ ഈ അല്ലല്ല ബിരിയാണി വെക്കണവര് അങ്ങനത്തൊക്കെ. മുനീസൻ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി സെൽഫി ഇട്ടപ്പോൾ സൻകാക്ക അടിച്ച കൗണ്ടറാണ്. ഹായ് പരി, ഹായ് പരി. ഇഷ്ടപ്പെട്ടില്ല ഷോടിട്ടോ. ക്യാമറ ഓഫാക്കട്ടെ. ഫുഡ് കൊടുത്ത് ദോവാബിക്കും ഫുഡ് കൊടുത്ത് നമ്മൾ ഇനി ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടി പോവാം. ഇവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലീലൂസിനും ഇവക്കും വാങ്ങി കൊടുക്കണം. കാക്കൻ്റെ കയ്യിൽ ദുവാണ്. ദുവാബിക്ക് എന്നെക്കാട്ടിയും കൂടുതൽ സനിക്കാക്കനാണ് ഇഷ്ടം. സനിക്കാക്കൻ്റെ കൂടെ നടക്കുക. സനിക്കാക്ക കുറേ ഇങ്ങനെ കൊണ്ടു നടക്കണോണ്ട് സനിക്കാക്കൻ്റെ കൂടെ നടക്കാനാണ് ഓക്ക് ഇഷ്ടം. ലീലൂസിന് പിന്നെ അപ്പനെ കണ്ടാൽ അപ്പനെ വേണം. പക്ഷെ ഇന്നിപ്പോൾ ഞാനുള്ളതുകൊണ്ട്, രണ്ടാളും കൂടി ആയതുകൊണ്ട് ഞാൻ വളർത്തതാണ്. ഗൈസ്, നമ്മള് മടവൂരൊക്കെ പോയി, പള്ളിയിലൊക്കെ പോയി. നമ്മള് പള്ളിയിൽ പോയില്ല, പോയോലൊക്കെ പോയി വന്ന് ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. ആകെ ക്ഷീണിച്ച്, സൽക്കാക്ക ക്ഷീണിച്ച്, ഉമ്മച്ചി ക്ഷീണിച്ച്, എല്ലാരും ക്ഷീണിച്ച് കിടക്കാണ്. ഇട്ട് പോയോലെ ഡ്രസ്സൊക്കെ കഴിച്ചു. പോയ മാതിരി ഒന്നല്ല, രണ്ടാൾക്കാർ പോകുമ്പോ നല്ല എട്ടകുട്ടികളായിട്ട് നല്ല ബാബാസൂട്ടൊക്കെ ഇട്ട് പോയ ആൾക്കാര് വരുമ്പോ അതേപോലെ മാച്ച് ഒപ്പിച്ച് ഡ്രസ്സൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുക. ഇനി നമ്മള് വീട്ടിലൊക്കെ പോയി ഫ്രഷായി സ്കെച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി പോകും. പോയി വന്ന് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് നല്ല ലേറ്റ് ആയിട്ടുണ്ട് വീട്ടിൽ വരുമ്പോ കേട്ടോ. കാരണം അവിടുന്ന് കുറച്ച് ഇറങ്ങാൻ ലേറ്റ് ആയിണ്. അവിടുന്ന് 3 മണിക്കായി ഇറങ്ങിയത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയി. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി പുറത്തുനിന്നൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല, മക്കള് ഭയങ്കര അലമ്പായോണ്ട്. അപ്പൊ നമ്മള് റൂമില് വന്ന് ഇനിയിപ്പോ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. കാരണം നമ്മളെ ലേലൂസ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ നിക്കാഹ് ആനിവേഴ്സറി. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം വിചാരിക്കുന്നുണ്ട്. സൻകാർക്ക് 1-2 ചെറിയ പരിപാടി ഉണ്ട്. അപ്പൊ അതിന് പോയതാ. അപ്പൊ ലേലൂസിനെ മാറ്റിക്കണം, എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൗണിലേക്ക് ഇറങ്ങും.
ലൈലൂസിന് ഭയങ്കര പേടി, ഞാൻ ഓളെ പൂട്ടാതെ എങ്ങാനും പോവോ, ഓള് ഒന്നും ഇടാതെ കിടക്ക. അപ്പൊ പമ്പേഴ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്ക് പേടി ഓളെ പൂട്ടാതെ പോവോന്ന്. ആനിവേഴ്സറി ഒക്കെ അല്ലേ, കണ്ണാടൊക്കെ വെച്ചിട്ട് പോവാം. അല്ല മുന്നേ ആനിവേഴ്സറി ഒക്കെയാണ്, അപ്പൊ കണ്ണാടൊക്കെ വെച്ചിട്ട് വ്ളോഗൊക്കെ എടുക്കാം. കുറയ്ക്കണ്ട, അവിടെ കേറുന്നില്ലല്ലോ. ഓ ഫ്ലാസ്കിന്റെ മൂടി ഒന്നും ഇപ്പൊ ചോദിക്കല്ല, ഞാനിവിടെ വീഡിയോ എടുക്കാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മളിപ്പോ എങ്ങോട്ടാ പോണതറിയോ? എനിക്കറിയില്ല, സൻകാക്ക എന്നോട് പറഞ്ഞു സർപ്രൈസ് ആണെന്ന്. സർപ്രൈസ് ആണ് നമുക്ക്, ഞാൻ ഈ സ്ഥലത്ത് പോവാണ്ട്. സർപ്രൈസ് എന്നൊക്കെ പറയും ചിലപ്പോൾ. ഇനി കസ്റ്റമറെ വീട്ടിൽ ഒരു 5 മിനിറ്റിന്റെ പണിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ആനിവേഴ്സറിന്റെ ഇടയിൽ കൂടി അതിനും പണിയും കൊണ്ടുപോകും സൻകാക്കങ്ങള്. എന്തെങ്കിലും ആക്ക് ബാഗിലുണ്ടല്ലോ. അപ്പൊ നമ്മള് പോവാൻ കേട്ടോ ഗൈസ്. നമ്മള് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നില്ല, നമ്മള് വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള ബാക്കിൽ കാണുന്നുണ്ടോ? കാണില്ല. കട്ടൻസിൽ വന്ന് ഓർഡർ കൊടുക്കാൻ വേണ്ടി വന്ന. കാരണം മഹരിബിന് തിന്നാനുള്ളതാണ്, ഈ ലെസറിന് ഓർഡർ കൊടുക്കണം, നല്ല കിട്ടുള്ളൂ. അപ്പം നമുക്ക് മഹരിബിനുള്ളതല്ല ഇഷാനുള്ളതാണ്. ഒക്കെ ഓർഡർ എടുത്തോണ്ടിരിക്കുകയാണ് ഫുഡിന്. നമ്മളെ വകയാണല്ലോ ഫുഡ്. എന്ത് ചെയ്യാനാ, ആനിവേഴ്സറി ഒക്കെ ആയി പോയില്ലേ. എല്ലാരും ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും പോയി തിന്നുമ്പോ നമ്മളിതൊക്കെ ആലോചിക്കണമായിരുന്നു. കുഴപ്പമില്ല. ഫറൂഖ് മൈജിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോ ഇനി വല്ല ഐഫോണും സർപ്രൈസ് ആയിട്ട് തരാനാണോ എന്നൊന്നും അറിയില്ല, പഠിച്ചവനക്ക് അറിയാം. ഇവിടുന്ന് എന്തെങ്കിലും AC എന്നാക്കി അതിന്റെ പൈസ എന്തെങ്കിലും വാങ്ങാനാണോന്ന് അറിയില്ല. നിങ്ങള് നിങ്ങൾക്ക് ഐഫോണാ? ഇതൊക്കെ എന്തൊക്കെയോ ആവണം. ലേലൂസിന് ഭയങ്കര ദേഷ്യം. ലേലൂസ് അത് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഗൈസ്, ഇത് മൈജിന്റെ പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. നമ്മളെ തൊട്ടടുത്ത് മൈജി ഉള്ളതുകൊണ്ട് നമ്മൾ മൈജിലേക്ക് വന്നു എന്ന് മാത്രം. സൻകാക്കനോട് ഞാനൊരു പൂവ് ചോദിച്ചപ്പോ സൻകാക്കയ്ക്ക് ഒരു പൂക്കാലം വാങ്ങി തന്നു. 4 വർഷമായി അന്നെ സഹിച്ചതിന് ഞാനൊരു ഗിഫ്റ്റ് എനിക്ക് തരുന്നു. ഇന്ന സഹിച്ച എനിക്ക് ഗിഫ്റ്റ് തരാ? ആയിക്കോട്ടെ. ഞാൻ കൊറേ കാലമായി പറയണ എനിക്ക് ഇതൊന്ന് വാങ്ങണം എന്ന്. പക്ഷെ ഞാൻ ഇപ്പൊ വേണമെന്നല്ല, എപ്പോഴെങ്കിലും വാങ്ങണം എന്നായി വിചാരിച്ചിരുന്നത്. പക്ഷെ സനിക്കാക്ക ഇങ്ങനെ സർപ്രൈസ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. കുഴപ്പമില്ല, കിട്ടിയത് കാര്യമായി. ഫൈനലി നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ ആനിവേഴ്സറി നമ്മൾ ഇതിനുള്ളതാണ് സെലിബ്രേഷൻ. കുറേ കാലം ഇങ്ങോട്ടേക്ക് വരണമെന്ന് അങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ ഒത്ത സാഹചര്യം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. മമ്മൻ്റെയും അപ്പൻ്റെയും ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്നിട്ടും ഓൾക്ക് കരച്ചിൽ തന്നെ. നമ്മൾ ഓർഡർ എടുത്തിട്ട് നിൽക്കാണ്, വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്ന ചിച്ച. ഓ എന്ത് എത്ര വലിയ കുട്ടിയായി ഇപ്പൊ. എന്താ നോക്കുന്നേ? വലിയ കുട്ടിയായി. ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുറെ ആയുധങ്ങളൊക്കെ കൈമേൽ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആനിവേഴ്സറി കൊള്ളാവും. ഓലൊരു ഫോർമാലിറ്റിക്ക് സ്പൂണും ഫോർക്കും കത്തിയൊക്കെ കൊണ്ടുവന്ന് തരും. അത് വിചാരിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെ തിന്നണമെന്നില്ല. എന്നെ കൊണ്ട് കഴിയൂലട്ടെ കൈസേ. ഞാൻ ഫോർക്ക് ഇട്ടിട്ട് തന്നെ
കുത്തി വെക്കി, പക്ഷെ കഴിഞ്ഞില്ല. ഞാൻ കൈകൊണ്ട് തന്നെ തിന്നി. ഇതിന് ആരെ ബോധിപ്പിച്ച നീ? നമുക്ക് വളർന്നാ പോരെ. എത്ര വൃത്തിയിൽ പ്രസന്റ് ചെയ്തൊരു സാധനം ഇനിത്. ആകെപ്പാട് എന്റെ വീട്ടിലെ അടുക്കള പോലെ തന്നെ ആയി. ഇനി എന്റെ അമ്മ വേറൊരു പേര് പറയും, ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല. സൻകാക്ക എന്നോട് പറയാം മര്യാദക്കാളാന്ന്. എന്തിനാ മര്യാദക്കും ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ. ഞാൻ പറഞ്ഞ സമയം ഉണ്ടല്ലോ, തിന്നിട്ട് പോവാം. ഓർഡർ കൊടുത്തത് ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മള് എത്തിയപ്പോത്തിന് ലേറ്റായി, കുറച്ച് കറങ്ങി തിരിഞ്ഞാ വന്നത്. 1-2 സ്ഥലത്തും കൂടി പോവാനുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് മേടിക്കാൻ വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. വീട്ടിലെല്ലാവരും വീട്ടിൽ നിന്ന് കോളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫുഡൊക്കെ വാങ്ങി വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാരും കൂടി ഫുഡൊക്കെ കഴിക്കും. അത്ര നമ്മളെ ആനിവേഴ്സറി സെലിബ്രേഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. ഇതൊക്കെ തൽക്കാലം നമ്മള് ചില്ലിന്റെ കൂട്ടുന്ന കണ്ടാൽ മതി. തൊള്ള തുറന്ന് കിടക്കണ മീനൊക്കെ ലൂസേ, തൊള്ള തുറന്ന് കിടക്കണേ കണ്ടാ. ആ പല്ലൊക്കെ നോക്കി. കടുക്ക മീനൊക്കെ ഇപ്പോളെ ഫുഡൊക്കെ വാങ്ങി ഓരോ സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് നമ്മളെ റൂമൊക്കെ ആ കലങ്കോലപ്പെട്ടിരിക്കുക. നമുക്ക് അതൊക്കെ നന്നാക്കണം. നമ്മൾ പറഞ്ഞത് ശരിയാ. നമ്മളെ നല്ല ലുക്കിൽ നടക്കുമ്പോൾ നമ്മളെ റൂം തല കുത്തനായിരിക്കും. നമ്മളെ റൂം വൃത്തിയുണ്ടെങ്കിൽ നമ്മളെ ലുക്ക് തല കുത്തനാവും. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാൻ. മമ്മന്റെ അപ്പന്റെ ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് രണ്ടാളും മാമൊക്കെ തിന്നിട്ട് ഉറങ്ങാൻ പോവാ. രണ്ടാളും ഭയങ്കര ഒത്തൊരുമേല ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ആയിട്ടാ. പമ്പേഴ്സ് കണ്ടില്ല, രണ്ടാളും ഒരേപോലെ കാണിച്ചിന്. ഒന്നാണാണെ ഒന്ന് കോണ, രണ്ടും ഒപ്പരം ചിരിക്കൂല. വെള്ളി നക്ഷത്ര ഫിലിമിലെ ജഗദീശ. ഒരാള് കരിയാണെ ഒരാള് ചിരിക്കും, ഒരാള് ചിരിക്കാണെ ഒരാള് കരി. അപ്പൊ നമ്മുടെ ആനിവേഴ്സറി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത എന്തെങ്കിലും കാരണം കിട്ടിയിട്ട് നമ്മള് വീഡിയോ ആയിട്ട് വരാം. അതോ പൊത്തിന്റെ ഇവിടെ അടിമലെത്തി ഓൾ എക്സ്ചേഞ്ച് ചെയ്തു ഗൈസ്. ഇവളെ കയ്യിലുള്ള നോക്കും കൊടുത്തു, ഓളെ കയ്യിലുള്ള ബുക്കും കൊടുത്തു. സഹോദരി സ്നേഹാണ്. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പറയൂ മക്കളെ, ബായ് പറയൂ. എന്റെ പൊന്നുമക്കളെ കണ്ടിട്ട് തന്നെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ബായ് പറ. എലുസാണ് എന്ന് വൈൻഡപ്പ് പറയുന്നു. ബായ് പറ. തൻകാർക്ക് വരണ? തൻകാർക്ക് വരാൻ താല്പര്യം ഇല്ലല്ലോ.